ഏറെ ബഹുമാനരായ വിശിഷ്ട വ്യക്തികൾ, സ്കൂൾ അച്ഛൻ, PT പ്രസിഡന്റ്, അധ്യാപകർ, അധ്യാപകർ, മാതാപിതാക്കൾ, മുൻപിലിരിക്കുന്ന കുഞ്ഞുമക്കളെ, ഒരായിരം സന്തോഷമുണ്ട്. കാരണം ഈ ഒരു മനോഹരമായ ഒരു നല്ലൊരു ദിവസം പൂങ്കുളം LP സ്കൂളിൻ്റെ ആനുവലിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ച് അതിയായ സന്തോഷമുണ്ട്. അതിനെ ആദ്യമേ തന്നെ ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുകൂടിയായ SMC ചെയർമാൻ കൃഷ്ണപ്രിയയോട് നന്ദി അറിയിക്കുകയാണ്. HM വിളിച്ചിരുന്നു, സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഈ സ്കൂളിൽ വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം എൻ്റെ കലാജീവിതം തുടങ്ങിയ സമയത്ത് എൻ്റെ കലാജീവിതത്തിൽ ഏറെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതും എന്നെ സഹായിച്ചിട്ടുള്ളതും ഈ പൂങ്കുളം കല്ലടച്ചാമുല കോളയൂര് ബംഗാളിൻ്റെ ഭാഗത്തുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളാണ്. അവർ എനിക്ക് തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഒരുപാട് ചാനലുകളിൽ പ്രോഗ്രാം ചെയ്യാനും ഒരുപാട് വേദികളിൽ പരിപാടി അവതരിപ്പിക്കാനും എനിക്ക് കഴിഞ്ഞത്. മാത്രമല്ല, ഇവിടെ പൂങ്കുളം ജംഗ്ഷനിൽ മുമ്പ് പണ്ട് സെഞ്ചുറി എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ടായിരുന്നു. ആ ക്ലബിന് വേണ്ടിയിട്ട് സ്ഥിരം ബാല എഴുതാനും ആ ബാലയ്ക്കൊക്കെ ശബ്ദം കൊടുക്കാനൊക്കെ കോളേജിലൂടെ സ്റ്റുഡിയോയിലൊക്കെ സ്ഥിരം വരികയും പിന്നെ ഇവിടുത്തെ സുഹൃത്തുക്കളെ കാണാൻ പ്രിയം വരും. ഇവരും എന്നെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരും. മിക്കവാറും ആ പൂങ്കുളം ജംഗ്ഷനിൽ ബസ് സ്റ്റാൻഡിൽ വൈകുന്നേരം ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു സുഹൃത്തുബന്ധവും കമ്പനിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പൂങ്കുളം. അപ്പം അതുകൊണ്ടുകൂടി അതൊക്കെ കൂടി കൊണ്ടാണ് ഈ പൂങ്കുളം സ്കൂളെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ വരാനും നമ്മുടെ കുഞ്ഞുമക്കളെ കാണാനും അവർക്ക് വേണ്ടി ഒരു കുറച്ച് സമയം കുറച്ച് മിമിക്രി പരിപാടിയൊക്കെ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കാനും ആഗ്രഹിച്ച് ഞാൻ എത്തിയത്. പകരക്കാരനായിട്ടാണെങ്കിലും ഈ ഒരു മഹനീയമായ വേദിയിൽ ഒരു ഉദ്ഘാടന കർമ്മം നടത്താൻ അനുവദിച്ച HMനോടും മറ്റ് അധ്യാപകരോടും നന്ദി സ്നേഹം അറിയിക്കുകയാണ്. വിശിഷ്ട വ്യക്തികൾ ഒരുപാടുണ്ട്. എനിക്ക് ഒരുപാട് സംസാരിക്കാൻ അറിയത്തില്ല. കുഞ്ഞുമക്കളോട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഒരുപാട് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലഹരി എന്ന് പറയുന്ന ഒരു സംഭവം സ്കൂളിൽ അധികമായിട്ട്, ചെറിയ സ്കൂളിലല്ല എന്നാലും സ്കൂൾ കോളേജിലൊക്കെ വളരെ വ്യാപകമായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സാമൂഹ്യ വിപത്താണ്. അതിനകത്തൊന്നും ചെന്നപ്പെടാതെ അത് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ്. ഈ ചെറുപ്പം തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ ശരിക്കും ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. കുറച്ച് പ്രായം ആയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. ഈ ഇടയ്ക്കൊരു ഫംഗ്ഷൻ വരുമ്പോൾ അവിടുത്തെ ഒരു ഫംഗ്ഷൻ ഇരുന്നപ്പോൾ പരിചയപ്പെട്ട ഒരു എക്സൈസ് ഓഫീസർ സാറ് പറഞ്ഞ അദ്ദേഹം പേര് പ്രസംഗിച്ചതാണ്. ഞാൻ കേട്ട് അത് ഇവിടെ എടുത്തു പറയുകയാണ്. കാരണം ഈ ഒരു കോളേജ് തലത്തിലൊക്കെ മക്കളൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വരുമ്പോൾ അവരുടെ ബാഗ് പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ബാഗിൽ പല സ്ഥലങ്ങളിലാണ്. എന്നാൽ ചെറുപ്പം മുതലേ സ്കൂളിലെ മക്കളെ വിടുമ്പോൾ ബാഗൊക്കെ പരിശോധിച്ച് അവർക്ക് വേണ്ട പുസ്തകങ്ങളും ചോറ്റുപാത്രമൊക്കെ വെച്ചു കൊടുത്ത് അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയും അതുപോലെ തിരിച്ചു വരുമ്പോൾ ബാഗിൽ നിന്ന് പുസ്തകങ്ങളൊക്കെ തിരിച്ചെടുത്ത് വെച്ച് അവരുടെ ബാഗൊക്കെ പരിശോധിക്കുകയും ചെറുപ്പം മുതലേ തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു ശീലം നല്ലതായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്നൊരു സിറ്റുവേഷൻസിൽ കുറച്ച് പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ വിട്ട് അല്ലെങ്കിൽ കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ ഇവരുടെ ബാഗൊക്കെ വാങ്ങിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ മക്കൾക്ക് ഇഷ്ടപ്പെടത്തില്ല. കാലവും മാറി. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു ശീലം നല്ലതായിരിക്കുമെന്ന് എനിക്ക് മാതാപിതാക്കളുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയേണ്ടത്, ഇവിടെ ഇരിക്കുന്ന കൊച്ചുമക്കളെ കണ്ടപ്പോൾ എല്ലാവരും നല്ല കഴിവുള്ളവരും പാട്ടും ഡാൻസൊക്കെ കഴിവുള്ളവരൊക്കെയാണെന്ന് മനസ്സിലായി. കാരണം ഇത് കഴിഞ്ഞിട്ട് ആരുടെ ആയതുകൊണ്ട് ഇവരുടെ പരിപാടിയും ഉണ്ടെന്നറിയാം. അപ്പോൾ പഠിത്തത്തോടൊപ്പം നിങ്ങളുടെ കലാവാസനയും വളരട്ടെ. അതിന് ഈ സ്കൂള് ഒരു കാരണക്കാരി ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും ഒരുപാട് ഒരുങ്ങെത്തട്ടെ എന്ന പ്രാർത്ഥന അറിയിച്ചു നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പരിപാടി